ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മറ്റം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഡിസംബർ 2022 ഡിസംബർ 17-നാണ്. വരാനുണ്ടായ സാഹചര്യം, എൻ്റെ മകളുടെ വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫറാണ് എന്നോട് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്. പറയാനുണ്ടായ കാരണം, ഞാനിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ ആ ചേട്ടൻ ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്ങനെ ക്ഷീണിച്ച് വരണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ച് വരണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അസുഖത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് 22 വർഷമായിട്ടുണ്ട് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, അതിന് ശേഷം നീ അതൊക്കെ തീരുമാനിച്ചാൽ മതി, ഇപ്പം നീ ഓപ്പറേഷനൊന്നും ചെയ്യാൻ പോകണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് കേട്ടു. അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ എൻ്റെ അടുത്ത് ഓപ്പറേഷൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞയച്ചത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ആ ഡിസ്ക് കംപ്ലൈൻറ്റ് പൂർണ്ണമായും മാറിയതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ 5 വർഷമായിട്ട് എനിക്ക് എന്നും വയറുവേദന, ഭക്ഷണം കഴിക്കാനും പറ്റില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും വയറുവേദന, ഭക്ഷണത്തെ കഴിച്ചു കഴിഞ്ഞാലും വയറുവേദന, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഉടമ്പടിയിൽ ഞാൻ ആ നിയോഗം കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുവരെ ഞാൻ അൾസറിൻ്റെ ഗുളികകൾ പിന്നെ കഴിച്ചിട്ടില്ല. 3 വർഷമായിട്ട് ഞാനിപ്പോൾ അൾസറിൻ്റെ ഗുളികയൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഡിസ്ക് കംപ്ലൈൻറ്റിൻ്റെ ഗുളിയും അൾസറിൻ്റെ ഗുളികയ്ക്കൊക്കെ കൂടി ഏകദേശം ഒരു മാസം 16,000 രൂപയോളം ചിലവ് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ക്ഷീണമാണ്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ഇപ്പോഴും തളർച്ചയൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഞാൻ 3 വർഷമായിട്ട് അൾസറിൻ്റെ ഗുളിക പൂർണ്ണമായും നിർത്തി. പിന്നെ ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് ആ പേരും പറഞ്ഞ് ഞാൻ പോയിട്ടുമില്ല. പിന്നെ ഇവിടെ ഞാൻ ഡിസംബർ 17 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ആ ആഴ്ചയിൽ തന്നെ ഡിസംബർ 24 എൻ്റെ അമ്മയും എൻ്റെ മകനും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, ഹോസ്പിറ്റലിലായി. ആ സമയത്ത് എൻ്റെ കയ്യിലൊരു 10 പൈസ പോലും ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. അവർ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു, ആ സമയത്ത് പിറ്റേ ദിവസം ക്രിസ്തുമസാണ്, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് മകളും മരുമകനൊക്കെ വീട്ടിലേക്ക് വരും. വീട്ടിലൊരു സാധനം വാങ്ങിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ മകൻ എന്നെ വിളിച്ച് പറയണത്, അമ്മേ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി, അമ്മച്ചി വണ്ടിയിൽ വന്ന് വീണു, അമ്മച്ചിക്ക് തലയിൽ ചോരയൊക്കെ വരുന്നുണ്ട്, ദയ ഹോസ്പിറ്റലിലാണ് ചേട്ടന്മാരൊക്കെ കൂടി കൊണ്ടുപോയിക്കണതെന്ന്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. കാരണം നാളെ ക്രിസ്തുമസിന് വീട്ടിലെന്തെങ്കിലും ചെയ്യാൻ പോലും ഒരു 10 പൈസ ഇല്ലാണ്ട് വിഷമിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ വാർത്ത ഞാൻ കേൾക്കണത്. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ ഉടമ്പടിയുടെ കാശ് രൂപ ഉണ്ടായിരുന്നു. ആ കാശ് രൂപ എടുത്തിട്ട് ഞാൻ മുറുക്കെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ദയ ഹോസ്പിറ്റലിലേക്ക് പോവുക? 1 രൂപ പോലും ഇല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് എന്താ ചെയ്യാമെന്നൊരു പിടിയുണ്ടായിരുന്നില്ല. അമ്മേ, നീ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഏകദേശം 10 ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും എനിക്കിതാണോ കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു. അതും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഉടമ്പടിയുടെ കാശ് രൂപ മാത്രമാണ്. അതും കൈ പിടിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ പോകുന്ന വഴികളിൽ ഞാൻ എന്ത് ചെയ്യണം പൈസയ്ക്ക് വേണ്ടിയിട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവരോട് ചോദിച്ചിട്ട്
അവരൊരു വള പണയം വെച്ചിട്ട് എനിക്ക് പൈസ തന്നു. ആ പൈസ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ വന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. അതിൻ്റെ പിന്നാലെ തന്നെ പൈസയായിട്ട് വേറെ ആൾക്കാർ വന്നു. അങ്ങനെ എൻ്റെ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ കയ്യിൽ എൻ്റെ ബാഗിൽ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചീനെ സ്കാൻ ചെയ്യാനായിട്ട് ലിഫ്റ്റിൽ കയറ്റുന്ന സമയത്താണ് ഞാൻ അവിടെ കയറി ചെല്ലുന്നത്. ലിഫ്റ്റിൽ ഞാനും ഓടി കയറി വേഗം ഉടമ്പടിയുടെ തൈലം എടുത്തിട്ട് കുരിശ് വരച്ചു. അമ്മച്ചീനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ സോഡിയം കുറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഡെയിലി മെഴുകുതിരി കത്തിച്ച്, ഹോസ്പിറ്റലിലാണെങ്കിലും ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് അമ്മച്ചിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മച്ചി പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പിന്നെ ഇപ്പോൾ 2 മാസം മുന്നേ ഞാനൊരു ധനകാര്യ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു വ്യക്തി 14 ലക്ഷത്തിൻ്റെ മുക്കുപണ്ടം പണയം വെച്ച് ഒരു കേസുണ്ടായി. അതിൽ 11 ലക്ഷം എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാനത് ഒത്തിരിയേറെ വിഷമിച്ചു. ഒരു 2 മാസക്കാലം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ തളർന്നു പോയ അവസ്ഥയിലായിരുന്നു. എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വ്യക്തി എനിക്ക് വാട്സപ്പിൽ കുറേ അനാവശ്യങ്ങളും നുണക്കഥകളും കുറേ വാട്സപ്പിൽ അയച്ചു. അതൊക്കെ കണ്ട് ഞാൻ ആകെ തളർന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ ഉടമ്പടിയിലാണ്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി പരിശുദ്ധ അമ്മേ നീ തന്നെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ കുറേ മെസ്സേജ് അയച്ചപ്പോൾ അതിനൊരൊറ്റ മറുപടി മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ വാട്സപ്പിൽ. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ മാതാവും എനിക്ക് വേണ്ടി ചെയ്തു, എന്താണെങ്കിൽ ചെയ്തോളൂ എന്ന് മാത്രം ഞാൻ അവളുടെ അടുത്ത് മറുപടി പറഞ്ഞോളൂ. അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലത്തും അവൾ എന്നെ നാണം കെടുത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജനുവരി 28-ാം തീയതി ഞങ്ങളുടെ ഏരിയ ഹെഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് 2 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, എല്ലാവരും അവിടെ വരും, അവിടെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. ഞാനെന്ത് ചെയ്തു, അവിടെ നിന്ന് 12 മണിക്ക് സാറത് പറഞ്ഞ വശം ഞാൻ വേഗം എൻ്റെ ഓഫീസിൽ നിന്ന് വന്നു, നേരെ വീട്ടിൽ വന്നു, ഒന്ന് കുളിച്ചു, കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ചെറിയൊരു രൂപം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കെട്ടിപ്പിടിച്ച് ഞാൻ കുറെ കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് അവിടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു അടയാളം എനിക്ക് അവിടെ കാണിച്ചു തരണം. എനിക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ രക്ഷപ്പെടാമെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് ആ കുട്ടി പറയണത്. എനിക്ക് അതിനെ മറികടന്ന് പറയാനൊന്നുമുള്ള കഴിവൊന്നും എനിക്കില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ വരണം, എനിക്ക് വേറെ ആരുമില്ല എൻ്റെ കൂടെ വരാനായിട്ട്. എനിക്ക് വേണ്ടത് അമ്മ ചെയ്തു തരണം, ഈശോയെ നീ ചെയ്തു തരണം എന്ന് പറഞ്ഞ് അമ്മയുടെ ഈ രൂപം പിടിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ ചെന്ന് CI എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ സംസാരം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ വിറച്ചാണ് അങ്ങോട്ട് പോണത്. എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശുരൂപം ഉണ്ടായിരുന്നു. ആ കാശുരൂപം ഞാനിങ്ങനെ തളർന്ന് പോവാമെന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ഉടമ്പടിയുടെ കാശുരൂപം ഞാനിങ്ങനെ മുറുക്കി പിടിച്ച് ഞാൻ കരയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തെത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പെടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ നിൽക്കുന്നിടത്തിട്ടു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നീ മാത്രമുള്ളൂ എനിക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിക്കണം. എനിക്ക് അവിടെ എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എന്നോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി അമ്മ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരിയേറെ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ചു. കുറേ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചു. എല്ലാ സംസാരങ്ങളും കഴിഞ്ഞ് എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാരണവശാലും ക്യാഷായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് തന്ന് സത്യം തെളിയിക്കാൻ പറ്റുമോയെന്നും ചോദിച്ചു. അത്രമാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ CI അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവർ പറയണത് പോലെ എന്തെങ്കിലും ഇതിൻ്റെ തെളിവായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് കൊടുത്തതിൻ്റെ ചോദിച്ചു. അപ്പോൾ അവർക്കത് സത്യം തെളിയിക്കാൻ പറ്റിയില്ല, തെളിവായിട്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. CI പറഞ്ഞു, ഇവിടെ നിങ്ങൾ ചെയ്തതിൻ്റെ എല്ലാതും ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ ഞങ്ങൾ ഹെഡ് ഓഫീസ് മുഖേന ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ, നിങ്ങളുടെ പേരിൽ ഇവിടെ ഒരു കേസുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഇവിടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സത്യങ്ങളും ഞങ്ങൾക്കിവിടെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു.
എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ, അവിടെ ആവശ്യമായത് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിച്ചു എന്നുള്ളത്. ഞാൻ അന്നൊരു പ്രതിജ്ഞ എടുത്തു, എൻ്റെ മരണം വരെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഈശോയുടെ വചനമനുസരിച്ച്, ഈശോയുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ എൻ്റെ മരണം വരെ ചെയ്യാൻ ഞാൻ ഇനി മേലാൽ ചെയ്യില്ല എന്നും ഞാൻ അവിടെ വെച്ചിട്ടൊരു പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ആ മകൾക്ക് വേണ്ടി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഇന്ന് ഈ നേരം വരെയും ആ മകളോട് ഒരു കടുകുമണിക്ക് പോലും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. എല്ലാ തരത്തിലും ഞാൻ അവൾക്കും അവളുടെ ആ കുടുംബത്തിനും വേണ്ടിയിട്ട് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് വലിയൊരു സത്യം വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി വലിയ കാര്യമാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് ഒത്തിരി ബോധ്യപ്പെട്ടു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ പത്രം അവിടെ ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഒത്തിരിയേറെ ഞാനിത് കൊടുക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങളിലെ അവരുടെ എല്ലാവിധ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മ ആവശ്യമായത് ഈശോയെ നീ ആവശ്യമായത് അവർക്ക് നൽകി അവരുടെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ ഓരോ വ്യക്തികളെയും ഉയർത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ പത്രം അവർക്കൊക്കെ കൊടുക്കാറ്. കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും എനിക്ക് കിട്ടിയ അടയാളങ്ങളുമെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറയാൻ പറ്റാവുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായ മക്കളെ ചെന്ന് കാണാനും അവർക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ മരുന്നുകൾ വാങ്ങാൻ പൈസ കൊടുക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ എനിക്ക് മുമ്പ് പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോവും, അതൊക്കെ ഒരു ലിമിറ്റ്, അത് കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമെന്നാണ് എൻ്റെ വിചാരമായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളും എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടി. പരിശുദ്ധ അമ്മ ഈശോയും എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എവിടെയും എന്നെ നാണം കെടുത്താതെ എൻ്റെ കൂടെ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരിക്കലും തീരാത്ത നന്ദി പറയാണ്. കുർബാന ഞാൻ ഇപ്പോൾ ദിവസം കുർബാനയ്ക്ക് പോകാൻ പറ്റാറില്ല. ഞായറാഴ്ചകളിൽ ഞാൻ കുർബാന കാണാറുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് കുടുംബ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ എൻ്റെ സ്വന്തം ആവശ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ തീക്ഷ്ണതയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഒത്തിരിയേറെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വചനം. ജലസ്രോതസ്സിനരികിൽ നട്ടിരിക്കുന്ന ഒരു മരം പോലെയാണ് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും ഉടമ്പടി മക്കൾ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പുറം സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും ഉള്ളിൽ സ്ഥിരതയും സമാധാനവുമാണ്. ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, ജോലിയിലുള്ള പ്രതിബന്ധങ്ങളാവാം, കഷ്ടതകളാവാം, കടബാധ്യതയാവാം. ഇവയെല്ലാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചൂടും വരൾച്ചയുമാവാം. ഉടമ്പടിയിലൂടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കുന്നു എന്നാണ് ഓരോ സാക്ഷ്യവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ജലത്തിനരികെ നട്ടവൃക്ഷം പോലെ ദൈവത്തിൽ വിശ്വാസമുള്ള ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾ എപ്പോഴും ദൈവകൃപയുടെ ജലസ്രോതസ്സിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ചൂട് വന്നാലും ഭയപ്പെടില്ല. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും ദുഃഖങ്ങളിലും വരാം, എന്നാൽ ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തിൽ അവർ തളരുകയില്ല. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. പരിശുദ്ധ അമ്മ ദൈവകൃപയുടെ ജലസ്രോതസ്സിൽ വേരുറച്ച അമ്മയാണ്. പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെയാണ് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മളും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൽ വേരുറച്ച് ഭയമില്ലാതെ മുന്നോട്ട് ജീവിക്കാം.
അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് മിനി എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യം പറഞ്ഞ 2 രോഗസൗഖ്യങ്ങളാണ്. 22 വർഷം നീണ്ടു നിന്ന ഡിസ്ക് കംപ്ലൈൻറ്റും 5 വർഷം നീണ്ടു നിന്ന അൾസർ എന്ന രോഗവുമാണ്. ഈശോയിലും അമ്മയിലും വിശ്വാസം അർപ്പിച്ച് ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചത്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും സർജറിക്ക് ഡേറ്റ് പോലും ഫിക്സ് ചെയ്തെങ്കിലും ഉടമ്പടി വസ്തുക്കളും പ്രാർത്ഥനകളും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിച്ചതിലൂടെയുമാണ് ഈ മകൾക്ക് ഇന്ന് രോഗസൗഖ്യമായി കിട്ടി ഇന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധമ്മയുടെ സന്നിധിയിലെത്തിയിരിക്കുന്നത്. പിന്നീട് വന്ന ഒരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു. 2 മാസം മുൻപ് ധനകാര്യ സ്ഥാപനത്തിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഈ മകൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വലിയൊരു പ്രശ്നത്തിൽ ഇടപെട്ടു. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ വിഷമിച്ച സമയത്ത് ഏകദേശം 11 ലക്ഷത്തോളം രൂപയാണ് ഈ മകൾക്ക് അടയ്ക്കേണ്ടി വരേണ്ടതായിട്ട് വന്നത്. പക്ഷെങ്കിൽ അവിടെയും ഈ മകൾ വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങൾ മുറുക്കെ പിടിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചു. സത്യം പുറത്തു വരുവാനും പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഓരോ പ്രാവശ്യവും ഇൻവെസ്റ്റിഗേഷന് വന്നപ്പോഴും വിളിച്ചപ്പോഴും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾ ഓരോ കാര്യത്തിനും സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ മകൾക്ക് ഈശോയും അമ്മയും കൂടെ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത് അവരോട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിച്ചു. അങ്ങനെ ഈ മകളുടെ നിരപരാധിത്വം അവർക്ക് മനസ്സിലാവുകയും ഒരു പൈസ പോലും ചിലവാക്കാതെ എല്ലാ പ്രോബ്ലംസും സെറ്റിലാവുകയും ചെയ്തു. സങ്കീർത്തനം 16:1 പറയുന്ന പോലെ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെടുമ്പോഴും ഉടമ്പടി മക്കളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും കേട്ട് ഈ മകളെ അനുഗ്രഹിച്ചത്. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നല്ലൊരു മരം പോലെയാണ്. വിശ്വാസത്തോടെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുള്ള ധൈര്യവും ശക്തിയുമെല്ലാം നമുക്ക് ഈശോയും അമ്മയും കൂടെ നിന്ന് നൽകും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്നാണ് ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്നത്. നമ്മൾക്ക് മനുഷ്യമായിട്ട് തോന്നുന്ന ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും 11 ലക്ഷം എന്ന് പറയുന്നത് ഇമ്മൾക്ക് അസാധ്യമായൊരു കാര്യമാണ്. അത് സെറ്റിൽ ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. 2 മാസത്തോളം ഈ മകൾ ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചു. ആ സാഹചര്യത്തിലും കൂടെ നിന്ന് ഈ മകളെ സംരക്ഷിച്ച് സഹായിച്ചതും ഈശോയും അമ്മയുമാണ്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും എല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുക്കാം. കർത്താവേ, ജലത്തിനരിയെ നട്ടപോലെ വിശ്വാസത്തിൽ ഉറച്ചവരായി ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇമ്മിനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.